Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾക്ക് റമദാനിൽ ടൈം ലാഭിക്കാനുള്ള എളുപ്പ വഴിയുണ്ട് കുറച്ച് സൂത്രങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകും ഈ വീഡിയോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. നോമ്പിന് അപ്പോൾ എല്ലാവർക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ടെൻഷനായിരിക്കും. എനിക്ക് പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മുമ്പേ ഇതൊക്കെ കുറച്ച് തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ആ ടൈമിൽ നിസ്കരിക്കോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ആ സമയം നമുക്ക് ലാഭമായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 10-15 ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കുന്നുള്ളത്. ആദ്യം നമുക്ക് ഒരു ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഇതൊക്കെ കാണിക്കുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലിയിലെ അതാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളൊരു 10-12 ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ ഫുള്ളായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചുമാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ടായിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഷവായ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മുമ്പേ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സിർക്കയാണ് കേട്ടോ. വിനീഗർ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഒതുങ്ങിയ ശേഷം നമുക്ക് മല്ലിയിലേനെ ഒരു ഹാൻഡിൽ നമ്മളെ കയ്യിൽ പിടിക്കുന്ന ഒരു പിടി മല്ലിയില അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു ഫുള്ള് ചിക്കനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു 2-3 ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ടായിട്ട് നമുക്ക് ഇതുപോലെ മാരിനേഷൻ ചെയ്തിട്ട് വെക്കാം. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4-5 ദിവസമൊക്കെ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ ആവശ്യമുണ്ട് അപ്പോഴൊക്കെ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2.5 ടീസ്പൂണ് നമ്മളുടെ ഗരം മസാലയിലെ പൊടിച്ച് വെച്ചത് നമ്മൾ വീട്ടിൽ അങ്ങനെ 2.5 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണ്ട, കൈ പയ്യെ നീറ്റലും പുകച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ എരിവ് പോലെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് നല്ല പോലെ മാരിനേഷൻ ചെയ്യാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ മാരിനേഷൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നമ്മൾ ഇന്ന് തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ വരെ ഇതിനെ മാരിനേഷൻ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ യൂസ് ചെയ്യാം. രണ്ടാമത്തത് നമുക്ക് സവാള നമുക്ക് എപ്പോഴും നോമ്പിനെല്ലാം ആവശ്യമുള്ളത് തന്നെയല്ലേ. അപ്പോൾ അതിനെ ഞാൻ എയർ ഫ്രയറിലാണ് ഒന്ന് ഇതിന് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത് ഓയിൽലെസ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതിന് എന്താക്കാന്ന് പറഞ്ഞാൽ എയർ ഫ്രയറിലേക്ക് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഈ സവാളനെ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഒരു 3 വലിയ സവാള തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഇതിൻ്റെ എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുത്തിട്ടായിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടെടുത്തിട്ടായിട്ട് അതിൻ്റെ മേലേക്കും ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ടായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൊത്തത്തിലായിട്ട് ഇങ്ങനെ അവിടെ ഫുള്ള് മൊത്തത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഇതിനെ 160 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ടായിട്ട് നമുക്ക് ആദ്യം ഇതിനെടുക്കണം. എടുത്തിട്ടായിട്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓരോരു സൈഡിൽ ഓരോരോ ഭാഗത്ത് മാത്രമായിട്ട് ഇത് കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. അങ്ങനെ ടോട്ടൽ 30 മിനിറ്റാണ് ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളത്. ആദ്യം 150 ഡിഗ്രിയിലും രണ്ടാമത് 120 ഡിഗ്രിയിലും മൂന്നാമത് 100 ഡിഗ്രിയിലും ആയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. 3 പ്രാവശ്യം 10 മിനിറ്റ് മാത്രമാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഞങ്ങൾക്കിത് നെയ്ച്ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തിലേക്കോ ആണെങ്കിലും ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ നമുക്ക് എപ്പം യൂസ് ചെയ്യാം. രണ്ടാമത് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്യാവശ്യമുള്ള സംഗതിയല്ലേ എപ്പോഴും. അപ്പോൾ അതും ഞാൻ
ഗാർലിക്കിനെ ഓവനിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ തൊലിയൊക്കെ വിട്ട് കളയാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം റിമൂവായി കിട്ടും. അതിൻ്റെ ഇഞ്ചിയും ഞാൻ സെപ്പറേറ്റ് ആക്കി അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ഇഞ്ചിയും അതുപോലെ തന്നെ 1/2 കിലോ തന്നെ ഗാർലിക്കുമാണ് ഞാനിവിടെ അടിച്ചിട്ടുള്ളത്, വെളുത്തുള്ളി. അപ്പോൾ അതിനൊക്കെ ഇത് ഞാൻ ടിപ്സ് ഉപയോഗിച്ചിട്ട് വെളുത്തുള്ളീൻ്റെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷം ഇതിനെ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു ടിഷ്യൂ പേപ്പറിലോ അതുപോലെ തന്നെ കോട്ടൻ്റെ തുണിയിലോ ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നനവൊക്കെ മാറ്റണം. ഇതിലൊരു തുള്ളി പോലും വെള്ളം ആവാൻ പാടില്ല. ഇതിലേക്ക് ഉപ്പ് വറുത്തതിന് ശേഷം ഉപ്പും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആദ്യം ചേർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പിന് മേലെ വരെ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നൈസായി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് അതേ ജാറിലേക്ക് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം, ജിഞ്ചർ അത് ഇട്ട് കൊടുത്തതിന് ശേഷം സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഇതിലേക്ക് വേറെ പ്രിസർവേറ്റീവ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉപ്പും സാധാരണ ഉപ്പില്ലേ അത് സോൾട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചെടുത്താൽ മതി. വെള്ളം ഒട്ടും ഒന്നിലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾക്ക് ഈ കണ്ടെയ്നറിലാക്കി അടിച്ചു വെച്ചാൽ 1 വർഷം വരെ ഇത് സൂക്ഷിക്കാൻ പറ്റും. നമ്മൾക്ക് ഇതത്ര ഒന്നും എത്തൂല, എന്നാലും പറയുന്നതാണ്. കൂടുതലായിട്ട് അത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം വരെ അതൊന്നും ആവില്ല. ഇങ്ങനെ തന്നെ അതിലൊരു കളർ ചേഞ്ചോ ഒരു മണത്തിൻ്റെ സ്മെല്ലിന് നഷ്ടപ്പെടുകയോ ഒന്നും ഉണ്ടാവില്ല. നല്ല സ്വാദോട് കൂടി തന്നെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ഏത് സമയത്താണെങ്കിലും ഇതിൻ്റെ പണികളൊക്കെ നമ്മൾ ആദ്യം ചെയ്ത് ഇതുപോലെ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്രയും സമയം ലാഭിക്കാം. ആ ടൈമിൽ നമ്മൾക്ക് വേറെ ജോലികൾ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ പച്ചമുളകും ചെയ്തു വെച്ചാൽ നല്ലതായിരിക്കും. പച്ചമുളക് നമ്മൾ ഒരുപാട് ഇതുപോലെ വാങ്ങിയിട്ടായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെക്കണം. അപ്പോൾ അതിൻ്റെ മേലേക്ക് എന്തെങ്കിലും കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ വാർന്നിട്ടെടുക്കണം. അപ്പോൾ അത് നല്ലപോലെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് അതിൻ്റെ നെട്ട് കളഞ്ഞിട്ട് അതിന് നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് 1 മാസം വരുന്ന ഒക്കെ നല്ല പോലെ നിൽക്കും, ഒട്ടും കേടാവത്തൊന്നുമില്ല. ഞാനിങ്ങനെയാണ് പൊതുവെ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കറികൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കഴുകേണ്ടെന്ന് ആവശ്യമില്ല. അങ്ങനെ തന്നെ എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതേലോ എന്തിലേക്ക് വേണമെങ്കിലും അപ്പം തന്നെ എടുത്തിട്ട് യൂസ് ആക്കാം. അപ്പോൾ 1 മാസം വരെ അത് കേടാവാത്തി ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്ത് വെച്ച് നോക്ക്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് നമുക്ക് സമൂസക്കൊക്കെ ഫില്ലിങ് ആവശ്യമുണ്ടെന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ പീസിലെ അത് 2 കപ്പാണ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അതിനൊരു വിസിൽ അടുപ്പിച്ചിട്ട് എടുത്താൽ മതി. 2-3 വിസിൽ അടുപ്പിച്ച് എടുക്കണ്ട. അപ്പോൾ അത് വെന്തിട്ട് ഇങ്ങനെ കലങ്ങിയിട്ട് ഒടിഞ്ഞ പോലെയല്ല ആയിപ്പോവും. അങ്ങനെയൊന്നും ആവാതെ കണ്ടിട്ട് 1 വിസിൽ അടുപ്പിച്ചെങ്ങനെ മതി. ബാക്കി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്ന ടൈമിൽ ഫില്ലിങ്സൊക്കെ തയ്യാറാക്കുമല്ലേ, ഒന്നെങ്കിൽ റോളിന് അല്ലെങ്കിൽ പബ്സിന അല്ലെങ്കിൽ നമുക്ക് സമൂസക്ക എന്തിനു വേണമെങ്കിൽ ഫില്ലിങ്ങിലേക്ക് ഈ ഗ്രീൻ പീസ് ഞാൻ അധികം യൂസ് ആക്കാറുണ്ട്. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നും ഇങ്ങനെ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ മതി. അപ്പോൾ അതും ഒരാഴ്ച വരെയൊക്കെ ഒന്നും ആവത്തൊന്നുമില്ല ഇങ്ങനെ വേവിച്ച് വെച്ചാൽ. പിന്നെ അടുത്തത് നമ്മൾ ഈ ഫലാഫിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഈ കടലനെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി. അപ്പോൾ അത് കുതിർത്തി വെച്ചിട്ട് അങ്ങനെ തന്നെ കണ്ടെയ്നർ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അതും നമുക്ക് ആവശ്യം നമുക്ക് എളുപ്പത്തിൽ എടുത്തിട്ട് അപ്പം തന്നെ ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫലാഫിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അമ്മൂസിന് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനെ വേവിച്ചിട്ട് എടുക്കേണ്ടതുള്ളൂ. എന്നാലും നമുക്ക് ഒരു വിസിലടുപ്പിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് മല്ലിയിലും അതുപോലെ തന്നെ നല്ല പോലെ കഴുകിയടിച്ചതിന് ശേഷം നമുക്ക് നല്ല പോലെ തുടച്ചെടുക്കണം. അതിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. വെള്ളത്തോടെ നമ്മൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു 3-4 ദിവസം ആകുമ്പോഴത്തേന് തന്നെ അത് കേടായിട്ട് പോവും. ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാതെ വെള്ളമെല്ലാം വാർന്നിട്ടായിട്ട് നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടായിട്ട് അതിൻ്റെ മേലേക്ക് ഈ
കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കുറേ ദിവസം വരെ എന്താ നിൽക്കും. പിന്നെ നമുക്ക് അമ്മൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണണ്ടേ, അതും കൂടി കണ്ടോളൂ ഈ വീഡിയോയിൽ. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് വെക്കുന്നതാണ്. ഒരു 5-6 മണിക്കൂറാണ് വെക്കുന്നുള്ളത്. ഇത് 6-7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതിനെ നമ്മൾക്ക് വേവിച്ചെടുക്കണം. ഒരു 5-6 വിസിൽ വരെ വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് ഒരു 10 മണിക്കൂർ വരെ ഓവർനൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4 വിസിൽ വരെ മതിയാവും. അതും ഓരോരുത്തരുടെ വിസിലും കുക്കറിൻ്റെ അനുസരിച്ചിട്ടിരിക്കും ഇതിൻ്റെ വേവ്. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ വേവാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ഇത് ഞാൻ ആദ്യം വിസിൽ പിന്നീട് ഇട്ട് കൊടുക്കലാണ്. ഇത് നല്ലോണം ചൂട് കയറിയ പിന്നെ അതിന് ശേഷം നമ്മൾക്ക് ഇത് തഹീനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് വെന്തിട്ട് തണുത്ത് വരുന്ന ടൈമിൽ നമ്മൾക്ക് അതിലേക്ക് വേണ്ടുന്ന തഹീനി ഉണ്ടാക്കണം. തഹീനി ആയിട്ടും വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം സൈഡ് ഡിഷായിട്ട്. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വൈറ്റ് എള്ളില്ലേ, വെളുത്ത എള്ള്, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്ന നമുക്ക് കാണൂലേ, അത്ര മതി. കൂടുതൽ ഓവറായിട്ട് കറുത്ത് കളറൊന്നും ആവണ്ട, അതാ ഇത്രയും മതി. എന്നിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ കൂടി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇതുകൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നുള്ളത്. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഇവിടെ വറുത്ത് വെച്ചിട്ടുള്ള വെളുത്ത എള്ളില് അതാണ് കേട്ടോ, അത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അവരവരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതിനെ മാറ്റം വരുത്തുക ചെയ്യാം. ഇതിലേക്ക് ലൈം ജ്യൂസാണ്, 1 ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തണുത്ത വെള്ളമില്ലേ, കോൾഡ് വാട്ടർ, ഇത് തണുത്ത വെള്ളം ഇല്ലെങ്കിൽ ഐസ് ക്യൂബ്സില്ലേ, അത് ഇട്ട് കൊടുത്താലും മതി. ഇത് ചൂടാവാതിരിക്കാനും നല്ല പോലെ അരിഞ്ഞു കിട്ടാനും കൂടിയിട്ടുമാണ് ഈ ഐസും തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഐസ് ഇട്ടെടുത്താലും മതി. അപ്പം നൈസായിട്ട് നമുക്ക് ഇത് അരിഞ്ഞു കിട്ടും. ആ ടൈമിൽ ഇതാ ഇവിടെ കടല നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ തഹീനി സോസ് ആക്കിയില്ലേ, അതേ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അത് മുഴുവനും വേണം. 1 കപ്പ് കടലക്ക് 1/2 കപ്പ് എള്ള്, അതാണ് കണക്ക്. അല്ലെങ്കിൽ 1/4 കപ്പ് ഈ തഹീനി സോസ് തന്നെ നമ്മളെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ 1/4 കപ്പ് സോസ് തഹീനി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ലെമൺ ജ്യൂസും പിന്നെ പെപ്പർ പൗഡർ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഐസ് ക്യൂബ്സ് ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്കും 1 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല മഷി പോലെ വേണ്ടവർക്ക് അങ്ങനെ, ഞങ്ങൾക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ ആ പാകത്തിലാക്കിയിട്ടാണ് ഞാൻ അരച്ചെടുക്കാറുള്ളത്. അപ്പോൾ നല്ല തിക്കായിട്ടും നമുക്ക് കിട്ടും. അപ്പം അത് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് ആ കടലൊക്കെ ഈ ഹമ്മൂസിലിട്ടിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ. എന്നിട്ട് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് സെർവിങ് ബോളിലേക്കാണ് ഞാനിത് മാറ്റി കൊടുക്കുന്നുള്ളത്. ഇത് ഇത്രയല്ല, ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഓരോ ബാച്ചായിട്ട് അരച്ചെടുക്കുന്നുണ്ട്, നല്ല പോലെ അരച്ചിട്ടെടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഇതിൻ്റെ മേലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കടല കൂടി ഞാൻ ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഹമ്മൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് തഹീനി സോസ് എന്തായാലും ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല പോലെ നമുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ 1 കപ്പ് കടലയ്ക്ക് 1/2 കപ്പ് എള്ള്, അതാണ് ഇതിൻ്റെ കണക്ക്. പിന്നെ ഒലിവ് ഓയിൽ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഒരു 1/4 കപ്പിൻ്റെ മേലെ വരെ ഞാൻ ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അറബിക്ക് സൈഡ് ഡിഷായിട്ടും നമ്മൾക്ക് മന്തിയൊക്കെ കഴിക്കൂലേ ആ ടൈമിൽ, അതുപോലെ തന്നെ കുബൂസും ഹൽഫാമൊക്കെ കഴിക്കൂലേ, അതിൻ്റെ തന്തൂരി ചിക്കൻ്റെ ഒക്കെ തന്തൂരി റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ, ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. അടുത്തത് നമുക്ക് വീട്ടിൽ തന്നെ ചിക്കൻ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. ഒരു 3 ടേബിൾ സ്പൂണ് മല്ലിയിലെ കൊത്തമ്പാരി എന്നാണ് നമ്മളെ നാട്ടിൽ പറയുക, അതാണ് കഴുകി എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ നല്ല ജീരകം ഇല്ലേ, വലിയ ജീരകം, അതും എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണ്
മുഴുവനായിട്ടുള്ള പെപ്പറിലെ കുരുമുളക് അതെടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചെറിയ ജീരകം എടുത്തിട്ടുള്ളത്, കുമിൻ സീഡ്. പിന്നെ തക്കോലം എടുത്തിട്ടുണ്ട്, ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്, അതിനെ പൊടിച്ചിട്ടിട്ടതാണ്. പിന്നെ ബേ ലീഫാണ്, കറുവപ്പട്ടയുടെ ഇല. ഗ്രാമ്പു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കറുവപ്പട്ടയില അതൊരു 2 പീസ് എടുത്തിട്ടുണ്ട്. ഒരു 12 പീസ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതിൽ 8 പീസ് വറ്റൽമുളകും പിന്നെ 4 പീസ് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മളുടെ ചണ്ണദാളില്ലേ, അതാണ്, കടലപ്പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ജാതിക്കയില്ലേ, അത് പൊടിച്ചിട്ട് ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് മല്ലിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുള്ളത്. മല്ലി ഇട്ട് കൊടുത്തതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 12 പീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഒരു 3 കറിവേപ്പിലയുടെ 3 ഇതളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അത് നന്നായി കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഇതും 3ഉം കൂടിയിട്ട് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനെ നല്ല കൈ കൊണ്ട് തൊടുന്ന ടൈമിൽ നല്ല ചൂടായിട്ടുണ്ടാവുമല്ലേ, അതുവരെ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ബാക്കി ഇതിലേക്ക് മറ്റേ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലേ, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, അതാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തക്കോലവും മറ്റേ പട്ടയുടെ പീസും വന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഏതായാലും ഇത് വറുത്തെടുക്കാമല്ലേ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് വന്നെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്നിച്ചിട്ട് പ്ലേറ്റിലിട്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഉള്ളത് കൊണ്ടാണ് അത് ഇതിലേക്ക് തന്നെ അങ്ങനെ വീണ് പോയിട്ടുള്ളത്. പിന്നെ ബാക്കി മൊത്തത്തിൽ വരുന്ന ഇത് നമ്മൾക്ക് ഒരുമിച്ചിട്ടെടുത്തിട്ട് ഇതിനെ വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ വലിയ ജീരകവും ചെറിയ ജീരകമാണ് ഫസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് കൂടി ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിലേക്ക് ഈ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് വറുത്ത് മാറ്റാം. മായം ചേർക്കാത്ത ഒരു പൊടികളും നമ്മളുടെ വിപണിയിൽ ഇപ്പോൾ ലഭ്യമല്ല. എല്ലാത്തിലും ഉണ്ടാവും അതിൻ്റെതായ മായം ചേർത്തിട്ട് രുചി കൂട്ടാനുള്ളതും നമ്മൾ വയറ് കേടാവുന്നുള്ളതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തിരി നേരം ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യാം, സ്വാദോട് കൂടി അത് കഴിക്കുകയും ചെയ്യാം. ഇത് കസ്കസ് ആണ് കേട്ടോ. 1 ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്ത കസ്കസിലെ വൈറ്റ് പോപ്പി സീഡ്സ്, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് വറുത്ത് മാറ്റാം. പിന്നെ ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതുകൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. എൻ്റെ മഞ്ഞൾപ്പൊടിക്ക് നാട്ടിൽ നിന്ന് ഒറിജിനലായിട്ട് നമ്മൾ മില്ലിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ് പൊടിച്ചിട്ട്, അതുകൊണ്ടാണ് അത്ര കളർ കുറവ്. പിന്നീട് അത് തണുത്തതിന് ശേഷം ഈ വറുത്ത് വെച്ചതൊക്കെ തണുത്തതിന് ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് 2 ബാച്ചായിട്ടാണ് ഞാൻ ഇതിനെ പൊടിച്ചെടുക്കുന്നുള്ളത് കേട്ടോ. ഈ പൊടിച്ചെടുക്കുമ്പോഴും ഒരു ടിപ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ പൊടികളൊന്നും അവിടെ ഇവിടെ ആവാതെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റും. വീഡിയോ കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. ഇത് ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അടുപ്പ് മൂടി കൊടുക്കുന്നുള്ളത്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് പൊടിച്ചെടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇതിൻ്റെ അടുപ്പിലൊന്നും പൊടികളൊന്നും ആയിട്ട് അങ്ങോട്ടിങ്ങോട്ടായിട്ടൊന്നും പോവില്ല. ഇതിൽ നിന്ന് എടുക്കാനൊക്കെ കുറേ പ്രയാസമല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൽ നിന്ന് പോന്ന് കിട്ടും. ഇത് 2ാമത്തെ ബാച്ചും ബാക്കിയുള്ളത് കൂടി ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. ഇങ്ങനെ 2 ബാച്ചായിട്ടാണ് ഞാനിതിനെ പൊടിച്ചെടുക്കുന്നുള്ളത് കേട്ടോ. ഇത് നമുക്ക് 1 വർഷമോ അതിൽ കൂടുതലോ ഇത് സ്മെല്ലൊന്നും പോവാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നിൽക്കുന്നുണ്ട്. അത് കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള
ചിക്കൻ മസാലപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 1 ടീസ്പൂണ് 1 കിലോ ചിക്കൻ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ബാക്കി മുളകും മല്ലിപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾക്ക് അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള മായമൊന്നും ചേർക്കാത്തുള്ള ചിക്കൻ കറി തയ്യാറാക്കാം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇത് ഞാൻ ഒരു 1-2 മാസത്തേക്കുള്ളതാണ് ഇത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ പിന്നെ എന്നും ചിക്കൻ കറി അങ്ങനെ ഒന്നും ഉണ്ടാക്കൂലല്ലേ, നമ്മൾ ഇടയ്ക്കൊക്കെ അല്ലേ വെക്കുന്നുള്ളത്. അതിന് ഒരു 2 മാസത്തേക്കൊക്കെ മതി എനിക്ക് ഇത്രയും പൊടി. ഇത് ഒരു എയർ ടൈറ്റുള്ള ഗ്ലാസ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ 6-7 മാസത്തോളം കടുക്കും, ഒന്നും ആവുന്നില്ല. കാണുക, അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സമൂസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് കേട്ടോ, മൈദപ്പൊടി. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് ഒന്ന് നല്ല പോലെ എല്ലാ സൈഡിലും എത്തത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമ്മൾക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് മാവായിട്ട് തന്നെ നമ്മൾക്ക് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, ആ പാകത്തിലായി കിട്ടിയാൽ മതി. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രൊസീജിയർ. ഇതാ ഇങ്ങനെ ഇത്രയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ മതി. എന്നിട്ട് നമ്മൾക്ക് അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോൺലെസ് ചിക്കനാണ് 2 പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മദ്രാസ് കറി പൗഡർ ഇല്ലേ ഇപ്പോൾ ഞാൻ കാണിച്ചത്, അതും മല്ലിപ്പൊടിയും കൊറിയാണ്ടർ പൗഡർ ഇല്ലേ അതാണ് കേട്ടോ, മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്തിട്ട് ഉപ്പുപൊടിയും പിന്നെ കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഇതിനെ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. നമ്മളുടെ ചിക്കൻ എത്രയൊക്കെ ഉണ്ടോ അതിനനുസരിച്ചിട്ട് അതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് 2 സവാളയാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അതിലേക്ക് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് വേണ്ടത്. ഇത് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇവിടെ തണുപ്പായത് കാരണം അത് കട്ട പിടിച്ചിരിക്കാണ്, അതുകൊണ്ട് സ്പൂണിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ, തേങ്ങ എണ്ണയിൽ അത് ഒഴിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഈ സവാള അരിഞ്ഞു വെച്ചത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് വഴറ്റാം. നല്ലോണം വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇത് അകത്ത് വെക്കുന്ന ഫില്ലിങ്സ് അല്ലേ, അപ്പോൾ ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇതിലേക്ക് പിന്നീട് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ പെട്ടെന്നൊന്ന് വഴഞ്ഞ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു 1 ടേബിൾ സ്പൂൺ വരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് അതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമ്മൾക്ക് ഇതുപോലെ വഴറ്റി കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് പൗഡറുകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഏതൊക്കെ പൊടികളാണെന്ന് പറഞ്ഞുതരാം. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഗരം മസാല പൗഡറാണ്, അതും ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലേനെ ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൗഡർ, അതൊരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചതിൻ്റെ മസാലക്കൂട്ടില്ലേ അതാണ് കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അത് മദ്രാസ് കറി പൗഡറില്ലേ അതൊരു 1/2 ടീസ്പൂണും പിന്നീട് ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടിയും സെയിം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് അത് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ ചിക്കനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പൾസായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി, എന്നാലേ ഇങ്ങനെ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് മല്ലിയിലയാണ് ഒന്ന് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുള്ളത്. നമ്മളുടെ ഫില്ലിങ്സ് ഇതോട് കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫില്ലിങ്സ് ഉണ്ടാക്കിയാൽ. ഇതാ നമ്മളുടെ മാവ് ഇവിടെ നല്ല സെറ്റായി കിടക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതിനെ ബോൾസ് ആക്കി എടുക്കണം. ആദ്യം അതിനെ ഒരു 9 ബോൾസാണ് ഞാനിവിടെ ആക്കിയെടുക്കുന്നുള്ളത്. നമ്മളുടെ
ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലും ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ 9 ബോൾസാണ് ആക്കി അടിച്ചിട്ടുള്ളത്. 1-ൽ 4ഉം 1-ൽ 5ഉം അങ്ങനെ വിധത്തിലാണ് ഞാൻ ഇതിനെ തയ്യാറാക്കി എടുക്കുന്നുള്ളത്. 2-ലും 5 തന്നെ വരികയാണെങ്കിൽ നമ്മൾക്ക് 20 പീസ് വരെ ഇതിൻ്റെ ഷീറ്റ് കിട്ടും. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ജസ്റ്റ് നമ്മൾക്ക് ഒന്ന് പൊടി ഇവിടെ വിതറി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തിയാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ 5 എണ്ണം ഞാൻ ഒരേ സൈസിലാക്കി പരത്തിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. ഫുള്ളായിട്ട് പരത്തേണ്ടെന്ന് ആവശ്യമില്ല. അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം ഞാനിത് കട്ടിയിൽ പരത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ 5 ബോൾസും സെയിം പ്രൊസീജിയർ തന്നെ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് സൺഫ്ലവർ ഓയിലില്ലേ അത് ഇങ്ങനെ തൂവി കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മേലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് മൈദപ്പൊടി തന്നെയാണ് കേട്ടോ. ഓൾ പർപ്പസ് ഫ്ലോർ അത് ഒന്നിങ്ങനെ തൂവി കൊടുക്കാം. ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിൽ, എന്നിട്ട് മൈദപ്പൊടി ഇതുപോലെ തൂവി കൊടുക്കാം. അതിനുശേഷം ഓരോ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള അവിടെ ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടില്ലേ അത് ഓരോന്നും നമ്മൾക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇതിൻ്റെ ഷീറ്റ് റെഡിയായതിന് ശേഷം ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് മൈദപ്പൊടി തൂവി കൊടുക്കുന്നുള്ളത് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലവും ഒരുപോലെ ലെവലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇതിനെ ഒന്ന് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത 4 അത് സെയിം പ്രൊസീജിയർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ആദ്യം ചെയ്തത് അവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് ചെയ്തത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത്രത്തോളം റെസ്റ്റ് ചെയ്താൽ മതി, കൂടുതലൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾക്ക് ഇതിനെ ഒരേ ലെവലിലാക്കിയിട്ട് എത്രക്കും കനം കുറച്ചിട്ട് നമ്മൾക്ക് പരത്താൻ പറ്റുമോ അത്രക്കും കനം കുറച്ചിട്ട് കട്ടി കുറച്ചിട്ട് നമ്മൾക്ക് ഇതിനെ പരത്തിയെടുക്കാം. നമ്മളുടെ സാധാരണ ചപ്പാത്തി നമ്മളുടെ കയ്യിൽ ഏത് പാനാണോ എത്രക്കുള്ള വലുപ്പമുള്ള പാനാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് വലുപ്പമാക്കി കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്തുള്ള പാനിന് കറക്റ്റ് പാകമായിട്ട് ഞാനിവിടെ പരത്തിയടിച്ചിട്ടുണ്ട്. ഉള്ളതിൽ വലുപ്പമുള്ള പാനാണ് ഇത്. അപ്പോൾ അതിലേക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഇതിന് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. തീ കൂട്ടിയിട്ടൊന്നും വെക്കരുത്. ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത ഹാഫ് കുക്ക് ആയതിനു ശേഷം മറ്റേ സൈഡ് തിരിച്ചിട്ടെടുത്തിട്ട് ഹാഫ് കുക്കാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിനെ ഇതിൽ നിന്ന് മാറ്റാം. എന്നിട്ടാണ് നമ്മൾക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ഷീറ്റായിട്ട് നല്ല നൈസായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടൂലേ കടയിൽ നിന്നൊക്കെ, അതുപോലെ തന്നെയുള്ള ഷീറ്റ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ ഒരേ ലെവലിലായിരിക്കണം ഇത് പരത്തിയെടുക്കേണ്ടത്. എൻ്റെ ലെവൽ കുറച്ച് കുറഞ്ഞത് കൊണ്ട് ദാ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട്. അതൊന്നും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഷേപ്പൊക്കെ കുറച്ച് മാറിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. എന്താ ഞാൻ ഇവിടെ ഓപ്പണാക്കി കാണിച്ച് തരാം. എന്താ കണ്ടില്ലേ, ഇത്രക്കും നൈസായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങൂലേ അതിനേക്കാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടൊക്കെ പോലും. അപ്പോൾ ഇതങ്ങനെ ഒന്നും ആവത്തില്ല കേട്ടോ, നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ നമ്മൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ സമൂസ ഷീറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇത് ഞാൻ രണ്ടാമത്തെ ഷീറ്റാണ് തയ്യാറാക്കുന്നുള്ളത്. നമ്മൾ സ്ക്വയർ ടൈപ്പിലാക്കിയിട്ട് സൈഡൊക്കെ അതിനെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അത്രയ്ക്കൊന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നൊന്നുമില്ല. നമ്മൾക്ക് ഇതിൽ നിന്ന് 3 നീളത്തിലുള്ള സമൂസേൻ്റെ പെർഫെക്റ്റ് ഷീറ്റിലെ നീളത്തിലുള്ള അത് 3 ഷീറ്റായിട്ട് നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ 2 എണ്ണം മാത്രമായിട്ടാണ് എടുക്കുന്നുള്ളത്. ഞാനിതിൽ റോള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 ആക്കിയിട്ട് എടുക്കുന്നുള്ളത്. നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല നൈസായിട്ടുള്ള തെളുപ്പായിട്ടുള്ള മറ്റേ നീളത്തിലുള്ള ഷീറ്റ് 3 എണ്ണമായിട്ട് എടുക്കാം. അപ്പോൾ ഒന്നിൽ ഇത് 4 ചപ്പാത്തിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 4 2 8 3 12 ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ വെറും 2 കപ്പ് മൈദപ്പൊടി കൊണ്ട് ഓൾ പർപ്പസ് ഫ്ലോർ കൊണ്ട് 32 ഷീറ്റ് വരെ ഇതുപോലെ നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ എത്രക്കും നൈസായിട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഷീറ്റ് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന്. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ടുള്ള സമൂസയും റോളും
ചിക്കൻ സ്പ്രിങ് റോളാണ് കേട്ടോ ഞാൻ പിന്നെ ഉണ്ടാക്കുന്നുള്ളത്. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഷീറ്റ് നമ്മൾക്ക് എങ്ങനെ ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ മടക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ്സ് നമ്മൾക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇതിനെ വെച്ചുകൊടുക്കാം. ഈ മദ്രാസ് കറി പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക തരം ഫ്ലേവറാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസയാണ് നമുക്കിവിടെ കിട്ടുന്നുള്ളത്. ഇതിൻ്റെ ഷേപ്പ് നമ്മൾക്ക് എങ്ങനെയൊക്കെ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് അതിനെ മടക്കി കൊടുക്കാം കേട്ടോ. ഇത് ഞാനിതാ റോളാക്കി എടുക്കുന്നതാണ്. അതിൻ്റെ വലിയ ഷീറ്റിലെ അതിനെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം അങ്ങനെ ഇങ്ങനെയൊക്കെ മടക്കി കൊടുത്തു. എന്നിട്ട് ഞാനിതാ മടക്കി കൊടുക്കുന്നത് ഒന്ന് കണ്ടോ. ഒന്നിനെ ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും മടക്കിയതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ഇതിലേക്ക് മൈദയുടെ പേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നുള്ളത്. മൈദനെ വെള്ളത്തിൽ കലക്കി കൊടുത്തിട്ടുള്ളത് ഓൾ പർപ്പസ് ഫ്ലോറിനെ. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തേക്കും നമ്മൾ ഈ ഷീറ്റിലേക്ക് ഇതുപോലെ മൈദ പേസ്റ്റ് ഒട്ടിച്ച് കൊടുക്കണം. എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ കിടക്കുള്ളൂ. എൻ്റെ ഈ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.